എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ആ വ്യക്തി അടുത്തെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ വ്യക്തി അടുത്തെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആയില്ല. ചില കാര്യങ്ങളിൽ ആ വ്യക്തി ഒരുപക്ഷെ ഇതുവരെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടേ ഉണ്ടാകില്ല. ഏതായാലും നമുക്ക് പോസിറ്റീവായിട്ട് ചില കാര്യങ്ങളിലേക്ക് പോകാം. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. നിങ്ങൾ കുറേ നാളുകളായിട്ട് ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു സ്നേഹം ആഗ്രഹിക്കുന്നു, ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു ഇഷ്ടം ആഗ്രഹിക്കുന്നു. ആ ഇഷ്ടത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നിങ്ങൾ എന്നെന്നും മനസ്സിലാഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മോഹങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം എന്നൊക്കെയാണ്. ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി എപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനുമാണ്. പക്ഷേ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നില്ല ആ വ്യക്തി. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ എത്രമാത്രം അത് വേദനിപ്പിക്കുന്നുണ്ടെന്ന് കൃത്യമായി നിങ്ങൾക്കറിയാം. നിങ്ങൾ ആഗ്രഹിച്ചത് ആ വ്യക്തി എന്നെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാനാണ്. പക്ഷേ പലപ്പോഴും അത് നടന്നിട്ടില്ല. അതിൻ്റെ പകുതി പോലും, അതിൻ്റെ ഒരു അംശം പോലും നടന്നിട്ടില്ല. പക്ഷെ നിങ്ങളാണെങ്കിൽ മുഴുവൻ സ്നേഹവും ആ വ്യക്തിക്ക് നൽകുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചിരകാല സ്വപ്നം, നിങ്ങളെന്നത്തെയും സ്വപ്നം എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുക എന്നത് മാത്രമാണ്. നിങ്ങളെ സ്നേഹിക്കുക എന്ന് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നെന്നും നിങ്ങളെ സ്നേഹിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ മാത്രമല്ല, നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ജീവിതകാലം മുഴുവനും ആ വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. എങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കൈയടക്കാം? മനസ്സുകൊണ്ട് എങ്ങനെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും? എങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം ലഭിക്കും? എന്തൊക്കെയാണ് നിങ്ങളുടെ ചിന്ത? ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ പൂർണ്ണമായ ഒരു പോസിറ്റീവ് എനർജിയോടെ നിൽക്കുക. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് തിരിച്ച് ആ വ്യക്തി സ്നേഹിക്കാനല്ല എന്നുള്ളത് ഉറപ്പിച്ച് മനസ്സിൽ വെക്കുക. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കേവലം ആ വ്യക്തിയുടെ പോലും സ്നേഹം തിരിച്ചു കിട്ടാനല്ല. ഒരിക്കലും ആ വ്യക്തിയുടെ സ്നേഹത്തെ തിരിച്ചു കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ആ വ്യക്തിയുടെ സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടം വരും. നമ്മൾ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളാൽ സ്നേഹിക്കപ്പെടുന്നവർ പലപ്പോഴും നമ്മളെ സ്നേഹിക്കണമെന്നില്ല. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യുക. നിങ്ങൾക്കൊരാളോടൊരു ഇഷ്ടം തോന്നി, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. ഇത് പറയുന്നതിലൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ സ്നേഹിക്കാതിരുന്നാൽ പോരെയെന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെയല്ല, നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ആ വ്യക്തിയെ ഒന്ന് സ്നേഹിച്ച് നോക്കൂ. നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സൂത്രം അതിലുണ്ട്. നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ മാറേണ്ടത്. നിങ്ങൾ ആ വ്യക്തി ഇങ്ങോട്ട് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ സ്നേഹിക്കുമ്പോൾ പലപ്പോഴും നിരാശ നിങ്ങൾക്ക് പകരമായി കിട്ടും. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണമെന്നില്ല. ഞാൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വ്യാപ്തിയിൽ സ്നേഹിച്ചു കൊള്ളുക. നിങ്ങൾക്ക് അതിന് കഴിയും, നിങ്ങളത് ചെയ്തു കൊള്ളുക. അതിനൊരു തടസ്സമില്ല. പക്ഷെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ
ആ വ്യക്തിയെ ഒന്ന് സ്നേഹിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗം മാത്രം നിർവഹിക്കുക. തിരിച്ച് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നോ അതിൻ്റെ അളവ് കുറവാണെന്നോ അത് അത്രയ്ക്ക് പോരാന്നോ നിങ്ങൾക്ക് ചിന്തയുണ്ടായിരുന്നു ഇപ്പോഴത്തെ പോലെ, അത് വെടിഞ്ഞ് കളയുക. ആ വ്യക്തി എന്നെ സ്നേഹിക്കേണ്ട, സ്നേഹിച്ചോട്ടെ, പക്ഷെ ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു ഉത്തരവാദിത്വമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു ബാധ്യതയുമില്ല. അങ്ങനെ തന്നെ നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം ഉടൻ തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. നിങ്ങൾ സ്നേഹം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാൻ കാത്തു നിൽക്കാതെ പോകുമ്പോൾ അങ്ങനെ പോകുന്ന നിങ്ങളെ ആ വ്യക്തി നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും. ആ വ്യക്തി നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം എനിക്ക് സ്നേഹം തന്നിട്ട് എന്നെ പരിഗണിക്കാതെ, അല്ലെങ്കിൽ എനിക്ക് സ്നേഹം തന്നിട്ട് എന്നെ നോക്കാതെ ആ പോകുന്ന വ്യക്തിയെ എനിക്കൊന്ന് കാണണം. എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ കടന്നു പോകുന്ന ആ വ്യക്തിയെ എനിക്കൊന്ന് കാണണം. തീർച്ചയായിട്ടും ആ വ്യക്തി അതിലേക്ക് വെമ്പൽ കൊള്ളും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. കാത്തു നിന്ന് ആ സ്നേഹത്തിൻ്റെ വിഹിതം പറ്റാൻ നിങ്ങൾ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ കുറച്ച് നാൾ, ഏറ്റവും കുറച്ച് നാൾ നിങ്ങളൊന്ന് മുന്നോട്ട് പോകും. പതുക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ കൈകൊട്ടി വിളിക്കും, നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. കാരണം സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. അത് നൽകുകയും ഒന്നും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പോകുന്നവർക്കായിരിക്കും ആളുകൾക്കത് നൽകാൻ ആഗ്രഹിക്കുക. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ശരി. ഈ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അത്ഭുതം അവർക്കുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ട് ആ വ്യക്തിയിൽ നിന്ന് തിരിച്ചു കിട്ടാനുള്ള സ്നേഹത്തിന് വേണ്ടി ആ വ്യക്തിയുടെ പുറകെ നടക്കുമ്പോൾ അവർ ആ നിങ്ങൾ സ്നേഹിച്ച സ്നേഹത്തെ അവർ കണക്കാക്കുന്നത് എങ്ങനെയെന്നോ, എൻ്റെ സ്നേഹം കിട്ടാൻ, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു കാപട്യമായി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ചിന്ത ആ വ്യക്തിയിൽ വരും. നിങ്ങൾ അവരെ സ്നേഹിക്കുകയും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തി തന്നെ വരും. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു വാക്കാൽ മാത്രമാകരുത്. ഈ നിമിഷം മുതൽ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കും, ആ വ്യക്തിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷേ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും സ്നേഹമായിട്ടോ അല്ലാതെ കിട്ടുന്നതിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കില്ല. ഞാൻ അതിനു വേണ്ടി ഒരു നിമിഷം പോലും അവിടെ കാത്തു നിൽക്കുകയോ പറയുകയോ ഇല്ല. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകും. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാൽ ആ വ്യക്തി ഉടൻ നിങ്ങളെ തിരിച്ചു വിളിച്ചിരിക്കും.